JDT ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. JDT ന്യൂസിന്റെ ആദ്യ എഡിഷൻ ഇന്നു മുതൽ. കോളേജ് തെരഞ്ഞെടുപ്പിൽ യൂണിറ്റിക്ക് വിജയം. 2 അസോസിയേഷനുകളും മാഗസിൻ എഡിറ്റർ പോസ്റ്റും പിടിച്ചടക്കി ബിഫോർ യു. ഇഞ്ചോടിഞ്ച് മത്സരം നേരിട്ടത് മാഗസിൻ എഡിറ്റർ പോസ്റ്റിലേക്ക്. കോളേജ് യൂണിയന്റെ MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സിനിമാതാരം ശ്രീനാഥ് ബാസിയും ഗായകൻ അസ്ലമും മുഖ്യാതിഥികൾ. ശ്രദ്ധിക്കണം, നമ്മുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. सफर मेरा मैलो यो मैं पंचसारा मैलो. യൂണിയൻ ഡേക്ക് ഹരം പകർന്ന ടീം മൾട്ടിമീഡിയയുടെ പ്രമോ വീഡിയോ. ഇന്റർനാഷണൽ അറബിക് ഡേ JDTയിൽ പ്രൊഫസർ കുട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട JDT ന്യൂസിന്റെ ആദ്യ എഡിഷൻ ഇന്നു മുതൽ. JDT മീഡിയ ഓൺലൈൻ ന്യൂസ് JDTയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇന്നു മുതൽ നിങ്ങൾക്കൊപ്പം. ടീം മൾട്ടിമീഡിയ പീരിയോഡിക്ക റെയിൻ റേഡിയോ അഭിമാന തരംഗത്തിന് തുടക്കം കുറിച്ച വിദ്യാർത്ഥി സംരംഭത്തിന് ഒപ്പം വെക്കാൻ ഇനി JDT മീഡിയ ഓൺലൈൻ ന്യൂസും. 26 സ്ഥാപനങ്ങളുള്ള JDTക്ക് എന്തുകൊണ്ടൊരു വാർത്താ സംപ്രേഷണം തുടങ്ങിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ആശയത്തിന് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികളെന്ന പരിമിതികൾ ഒതുങ്ങി നിൽക്കാതെ ഞങ്ങൾ മാധ്യമ വിദ്യാർത്ഥികളെന്ന തിരിച്ചറിവിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ളൊരു ആശയം പിറവിയെടുത്തത്. ന്യൂ ജനറേഷൻ തരംഗത്തിനൊപ്പം ചേരാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളെന്ന നിലയിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് JDT മീഡിയ ഓൺലൈൻ. കോളേജ് തെരഞ്ഞെടുപ്പിൽ യൂണിറ്റിക്ക് വിജയം. 2 അസോസിയേഷനുകളും മാഗസിൻ എഡിറ്റർ പോസ്റ്റും പിടിച്ചടക്കി ബിഫോർ യു. ഇഞ്ചോടിഞ്ച് മത്സരം നേരിട്ടത് മാഗസിൻ എഡിറ്റർ പോസ്റ്റിലേക്ക്. ഒക്ടോബർ 20, 2016 നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ റഹബർ റസാഖ് CP യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയർപേഴ്സണായി ആതിര K, ജനറൽ സെക്രട്ടറി ഷാമിൽ, ജോയിന്റ് സെക്രട്ടറി സെഹല താഹിർ, ഫൈനാൻസ് സെക്രട്ടറി മുഹമ്മദ് റോഷൻ KK, ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ലം, മാഗസിൻ എഡിറ്റർ മുഹമ്മദ് തസ്നീം, ഫസ്റ്റ് ഇയർ റബ് മുഹമ്മദ് റാഫി, സെക്കൻഡ് ഇയർ റബ് മുഹമ്മദ് അൻവർ PK, തേർഡ് ഇയർ റബ് മുബഷിർ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി മിഷാൽ അബ്ദുള്ള, മുഹമ്മദ് സുഹൈൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 11 മെയിൻ സീറ്റിൽ 9 യൂണിറ്റിയും 2 V4യും കൈയടക്കി. JDTയുടെ ചരിത്രത്തിൽ എതിരാളികളില്ലാതെ റഹബർ റസാഖ് യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഷാമിലാണ്. വൻ മത്സരം നേരിട്ടത് മാഗസിൻ എഡിറ്റർ സ്ഥാനത്തേക്കാണ്. ഇഞ്ചോടിഞ്ച് മത്സരത്തിന് ശേഷമാണ് മുഹമ്മദ് തസ്നീം മാഗസിൻ എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ ബിജു VK ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് JDT മീഡിയ ഓൺലൈൻ. കോളേജ് യൂണിയൻ ഡേ MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശ്രീനാഥ് ബാസിയും ഗായകൻ അസ്ലമും മുഖ്യാതിഥികൾ. JDT ആർട്സ് ആൻഡ് സയൻസിന്റെ യൂണിയൻ ഡേ 30 ഒക്ടോബർ 2016 അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തി. JDT ഓഫന ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് ഗഫൂർ, JDT അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സെറീന, പ്രിൻസിപ്പൽ രാജീവ്, സ്റ്റാഫ് അഡ്വൈസറി ബോർഡ് അംഗം ബൈജു VK, കോളേജ് ചെയർമാൻ റഹബർ റസാഖ്, ജനറൽ സെക്രട്ടറി ഷാമിൽ എന്നിവർ സംസാരിച്ചു. മുഖ്യാതിഥികളായി ശ്രീനാഥ് ബാസിയും ഗായകൻ അസ്ലമും കാണികൾക്ക് ആവേശമായി. തുടർന്ന് JDT വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് JDT മീഡിയ ഓൺലൈൻ. യൂണിയൻ ഡേക്ക് ഹരം പകർന്ന JDT മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രമോ വീഡിയോ. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപ്പം
ഇന്റർനാഷണൽ അറബിക് ഡേ പ്രൊഫസർ കുട്ടശ്ശേരി JDTയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ അറബിക് ഡേ JDTയിൽ പ്രൊഫസർ കുട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ JDT ഓർഫനേജ് ട്രസ്റ്റ് സെക്രട്ടറി CP കുഞ്ഞഹമ്മദ്, JDT ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അൻവർ, മുഖ്യാതിഥികളായി മുഹമ്മദ് കുട്ടശ്ശേരി, പ്രൊഫസർ ബാലകൃഷ്ണൻ പള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു. വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട JDTയിലെ വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. JDTയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയുടെ തത്സമയ സംപ്രേഷണം JDT മീഡിയ ഓൺലൈനിലൂടെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റ് നടത്തി. ന്യൂസ് ഡെസ്ക് JDT മീഡിയ ഓൺലൈൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി യൂട്യൂബ് ചാനലായ JDT മീഡിയ ഓൺലൈൻ സന്ദർശിക്കുക.